ഇറങ്ങാം. ആഹാ, രാധയുടെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? നമുക്ക് ഏതെങ്കിലും ചെറിയ ഷോപ്പിൽ കയറിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് എന്താ വ്യത്യാസം? താമ്പ രാധ ഇതുവരെ മുകളിലൊന്നും പോയിട്ടില്ലല്ലേ? ഇല്ല. ഇതിനൊക്കെ എന്ത് വിലയാവും? 2500 മാഡം. എത്ര? 2500. അത്രയും വില കൂടിയൊന്നും വേണ്ട. ഇതൊരു നോർമൽ റേറ്റ് ആണ് മാഡം. നല്ല മെറ്റീരിയലാ. നീ എന്തിനാ വില നോക്കുന്നത്? ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും വിലയ്ക്ക് ഉടുപ്പോ? കണ്ണേട്ടൻ ഇതെന്തായി പറയുന്നേ? ഇതെന്തായാലും എടുത്തോ. ശരി സർ. വേറെയും കുറച്ച് വേണം, ഞാൻ നോക്കട്ടെ. സാർ നോക്കിക്കോളൂ. ശരി. ദേ, ആവശ്യമുള്ളത് എടുത്തോ, വിലയൊന്നും നോക്കണ്ട. കണ്ണേട്ടാ, എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? മര്യാദയ്ക്ക് വന്നോ. രാധിക മണിക്കുട്ടിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിയെന്ന് മുത്തറിഞ്ഞാൽ അവൾക്ക് പിന്നെ വാശിയായിരിക്കും. ഏറ്റവും നല്ലത് സർപ്രൈസ് ആയിട്ട് നമ്മൾ അവൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങി വെച്ചേക്കുന്നതല്ലേ? അത് ശരിയാ. മതി, പാക്ക് ചെയ്തോളൂ. ബില്ലിംഗ് സെക്ഷൻ അവിടെയാ സർ. എങ്ങോട്ട് പോകേണ്ടത്? ഇത്രയൊക്കെ കാണുമ്പോ ഒരു കൺഫ്യൂഷൻ. ഇത്ര നേരത്തെ കല്യാണം കഴിക്കണ്ടായിരുന്നു അല്ലേ മേ? അതെന്താ നീ എങ്ങനെ പറഞ്ഞത്? അല്ല, എന്റെ കല്യാണത്തിന്റെ സമയത്ത് ഇപ്പോഴത്തെ പോലെ വലിയ മോളുകൾ വല്ലതും ഉണ്ടായിരുന്നോ? എന്തുമാത്രം വെറൈറ്റി ഡ്രസ്സുകളാ. ഓ, ഞാനോർത്തു നിനക്ക് നിന്റെ ഭർത്താവിന്റെ തനി സ്വഭാവം മനസ്സിലായി. വെറുതെ ഊഹാപോഹങ്ങൾ പറഞ്ഞു പരത്തല്ലേ അമ്മേ. കൃഷ്ണയെ കുറിച്ചാവുമ്പോ ഞാൻ തീരെ ക്ഷമിച്ചൊന്നും വരില്ല. അതെനിക്കറിയാലോ. സമയം വരട്ടെ, ഞാൻ തന്നെ നിന്റെ ഭർത്താവിന്റെ മുഖം മൂടി അഴിച്ച് കൈ തരാം. ഇതാ സർ. എക്സ്ക്യൂസ് മീ, ഈ സാരി സെക്ഷൻ എവിടെ? നേരെ ചെന്ന് ലെഫ്റ്റ് പോയാൽ മതി. താങ്ക് യു. ഓക്കെ സർ. വാ. കാവ്യ, ഹലോ. കാവ്യ, ഏയ്, അവിടെ നോക്ക്, എന്താ? നിന്റെ ഭർത്താവ്. എന്താ അമ്മേ? കൃഷ്ണ ലിഫ്റ്റിനകത്ത്. അതെങ്ങനെയാ? കൃഷ്ണ ടിംബർ ഓഫീസിലല്ലേ? അത് നിന്നോട് പറഞ്ഞത്. അവനെ ഇപ്പൊ ലിഫ്റ്റിനകത്ത് ഞാൻ കണ്ടത്. അവന്റെ കയ്യിൽ എന്തോ വലിയ കള്ളത്തരമുണ്ട് കാവ്യെ. എന്ത് കള്ളത്തരം? അതെന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം. എന്താ കണ്ണേട്ടാ? അത് അമ്മയും കാവ്യ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ എന്നെ കാണുകയും ചെയ്തു. ഈശ്വരാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. നടക്ക, വേഗം വാ. കാവ്യ, വാ. ഇനി എന്താ ചെയ്യാ? എവിടെ പോയി അവൻ? നീയും കൂടെ നോക്ക് കാവ്യ. അമ്മയ്ക്കിത് വെറുതെ തോന്നിയതാവും. കൃഷ്ണയ്ക്ക് ഇവിടെ വരേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് ഉറപ്പാ അത് കൃഷ്ണ തന്നെയാ. ഒരു കാര്യം ചെയ്യും, നീ ഫോൺ എടുക്ക്. ഇപ്പൊ അവനെ വിളിക്ക്. എവിടെയാന്ന് ചോദിക്ക്. വിളിക്ക് കാവ്യ.
എന്തായി? ഫോൺ എടുക്കുന്നില്ലമ്മേ. ഹാ, കണ്ടോ അവന്റെ കള്ളത്തരം കണ്ടോ? മനഃപൂർവ്വം ഫോൺ എടുക്കാത്തത്. നീ ഒന്നുകൂടെ ട്രൈ ചെയ്തേ. ഛേ, വീണ്ടും വിളിക്കാണല്ലോ. എന്തായാലും ഞാൻ എടുക്കുവോ, വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ ഹലോ, എന്താ കാവ്യ? എവിടെയാ ചോദിക്ക് വേഗം. അത് കൃഷ്ണ ഇപ്പൊ എവിടെയാ? എന്താ, എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? അല്ല, കൃഷ്ണ ഇപ്പൊ വെഡിങ് മോളിലുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? കൃഷ്ണ ഇപ്പൊ വെഡിങ് മോളിലുണ്ടോന്ന്. വെഡിങ് മോളിലോ? ഇവിടെ കണ്ടൂന്ന് പറ. അത് കൃഷ്ണയെ ഇവിടെ വെച്ച് കണ്ടല്ലോ. ആര് ആര് കണ്ടു? താൻ കണ്ടോ? അല്ല, ഞാനല്ല, അമ്മ കണ്ടു എന്നാ പറഞ്ഞത്. അമ്മ കണ്ടു എന്ന് ഉറപ്പിച്ച് പറയുക. ദേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്. ഒരു കാര്യം ചെയ്യും, അമ്മയോട് ഉടനെ ടിമ്പർ ഓഫീസിലേക്ക് വരാൻ പറ. ഞാൻ അവിടെ തന്നെ കാണും. എന്താടി അവൻ പറഞ്ഞത്? എന്റെ അമ്മേ, കൃഷ്ണ ടിമ്പർ ഓഫീസിലുണ്ടെന്ന്. തീർത്ത് നോണ പറയുന്നതാ കാവ്യ. ഒരു വഴിയുണ്ട് കാവ്യ. അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാർക്കിങ്ങിൽ അവന്റെ വണ്ടി ഉണ്ടാവും.